പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു സുദീർഘമായ ആമുഖ പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നതല്ല. നമ്മുടെ പ്രിയപ്പെട്ട MLA സിദ്ദീഖ് സാർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ മീറ്റിങ്ങിലെത്തിയത്. ഡൽഹിയിൽ നിന്ന് വന്ന് നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സമയം കണ്ടെത്തിയതാണ്. അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അതിപ്രധാനമായ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. പ്രിൻസ് അബ്രഹാം സാറെ പോലെയുള്ള, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജീവേട്ടനെ പോലെയുള്ള ഒരുപാട് ആളുകൾ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ നിർത്താം. മോഡേൺ സ്കൂളിൻ്റെ ഒരു ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കുന്നത്. 1992 വടക്കേ വയനാടിൻ്റെ വിദ്യാഭ്യാസപരമായ ഒരു പിന്നോക്കാവസ്ഥയിൽ ഒരു പ്രത്യേക സാമൂഹിക പശ്ചാത്തലത്തിൽ ബഹുമാന്യനായ ഹസൻ ഉസ്താദ് പ്രസിഡൻറ്റും ബഹുമാന്യരായ മമ്മൂട്ടി ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി തുടങ്ങിയ മുഅസ്സസ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ ആരംഭിച്ച സ്കൂൾ ഇന്ന് അൽഹംദുലില്ലാ അതിൻ്റെ കഴിഞ്ഞകാല സാരഥികൾ ഒരുപാട് ഇതിനു വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, നല്ലൊരു സ്കൂളായി വളർത്തിയെടുത്തു. ഇന്ന് ഇതൊരു പുതിയ ടീം മുഅസ്സസയുടെ സഹകരണത്തോടു കൂടി നിസാമുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയൊരു ടീമാണ് ഈ മുഅസ്സസ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇന്നത്തെ ഒരു മാറിയ സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ യുവാക്കൾ കൗമാരക്കാരായി സ്കൂളുകളിലേക്ക് വന്ന് യുവാക്കളായി പുറത്തു പോകുന്ന, ചെറുപ്പക്കാരായി പുറത്തു പോകുന്ന ഈ സ്കൂൾ വിദ്യാഭ്യാസം ഇന്ന് നമ്മൾ ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും നമ്മുടെ ഈ മാറിയ സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലും വലിയൊരു മാറ്റം വരണ്ടേ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കും സർക്കാരിനും ഒക്കെ മുമ്പിലുള്ള അതിപ്രധാനമായ ഒരു ചോദ്യം. നമുക്ക് നല്ല അക്കാഡമിക് അന്തരീക്ഷം ഉണ്ടാവണം, സ്കൂളിൽ നല്ല പഠനാന്തരീക്ഷം ഉണ്ടാവണം, നല്ല ഖ്യാതി വേണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊക്കെ ഉപരി സമൂഹം ഓരോ സ്കൂളുകളോടും ഇന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് മെച്ചപ്പെട്ട ഒരു മനുഷ്യനെയാണ്, ഉത്തരവാദിത്തമുള്ള സാമൂഹിക ബോധമുള്ള ഒരു മനുഷ്യനെയാണ് ഞങ്ങൾക്ക് കൗമാരക്കാരായി നിങ്ങൾക്ക് തന്ന് യുവാക്കളായി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ഇത്തരത്തിലുള്ള കുട്ടികളെയാണ്. ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും നമ്മൾ പത്രത്തിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ധാർമ്മിക ബോധത്തിലേക്ക് കൂടി ഈ കുട്ടികളെ വലിച്ചു കൊണ്ടുവരുന്ന, കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരു അക്കാഡമിക് അന്തരീക്ഷം മോഡേൺ സ്കൂള് അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി ആലോചിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മുമ്പിലുള്ള വലിയ ചോദ്യചിഹ്നങ്ങളാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച് വന്നത് ഈ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു സാമൂഹിക ഉത്തരവാദിത്വമുള്ള, ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത്. അതോടൊപ്പം പുതിയ കാലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളൊക്കെ ധരിച്ചതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ പുതിയ ജനറേഷൻ വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ കാണും 10th കഴിഞ്ഞ് +2 സയൻസ് എടുത്ത് എഞ്ചിനീയറിങ്ങിന് പോയി അല്ലെങ്കിൽ മെഡിക്കലിന് പോയി കഴിയുക എന്നതിലുപരി നമ്മുടെ കുട്ടികൾ തന്നെ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്ക്, +2 കഴിയുമ്പോഴേക്ക് അവരുടെ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ IIMകളിലൊക്കെ MBAക്ക് പഠിക്കുന്ന വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എയിംസ് പോലത്തെ ഇന്ത്യയിലെ പ്രശസ്ത മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് MBBSഉം MDയും നേടിയ ആളുകളാണ്. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ഉത്തരവാദിത്വമുള്ളൊരു മനുഷ്യനാക്കി കൊണ്ടുവരുന്ന നല്ല വിദ്യാഭ്യാസം ലഭിക്കണം. ഒരുപക്ഷെ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത് അധ്യാപകർക്കാണ്. അധ്യാപകരും രക്ഷിതാക്കളുമുള്ള ഒരു ടീമിനാണ്, മാനേജ്മെൻറ്റ് കൂടിയ ഒരു ടീമാണ് ഇത് നടത്തേണ്ടത്. പക്ഷേ ഒരു 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് നിശ്ചയിക്കാൻ കഴിയണം, ഞാൻ തിരഞ്ഞെടുക്കുന്ന ഇന്ന മേഖലയിലാണ്. പണ്ട് ഫുള്ള് A+ കിട്ടുന്ന കുട്ടികളൊക്കെ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് പോകാം, കാലങ്ങളൊക്കെ കഴിഞ്ഞു. അതിൽ അഭിരുചിയുള്ളവർക്ക് പോകാം.
രാജ്യത്തെ വലിയ വലിയ ബിസിനസ് സ്കൂളുകളിലേക്ക്, അന്താരാഷ്ട്ര രംഗത്തെ വലിയ വലിയ ബിസിനസ് സ്കൂളുകളിലേക്ക് നമ്മുടെ മോഡേണിൻ്റെ മക്കൾ എത്തണം. വലിയ വലിയ എയിംസ് പോലത്തെ മെഡിക്കൽ സ്ഥാപനങ്ങളിലേക്ക് എത്തണം. IIT പോലെയുള്ള IT രംഗത്ത് നല്ല പ്രൊഫഷണലുകൾ വേണം. അതിന് മോഡേൺ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കാണുന്നത് ഇതുവരെ നടന്ന് വളരെ ഭംഗിയായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു അക്കാഡമിക് ടീമും നല്ലൊരു മാനേജ്മെൻറ്റും നല്ലൊരു അന്തരീക്ഷവും വയനാട് ജില്ലയിലെങ്കിലും ഏറ്റവും പ്രശസ്തമായ ഒരു സ്കൂൾ, അത് പേരിൽ മാത്രമല്ല വിദ്യാർത്ഥികളുടെ ഓരോ രംഗത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് നേതൃത്വം നൽകുന്ന ടീം എന്ന് പറയുന്നത് ഇതിലൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകളാണ്. അതുകൊണ്ട് നീട്ടി ഞാൻ സംസാരിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലങ്ങളിൽ നേടിയ വളർച്ച, മൂല്യവത്തായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതും ഏറ്റവും മികച്ച അക്കാഡമിക് രംഗം സൃഷ്ടിക്കുക എന്നുള്ളതും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഈ സ്കൂളിൽ നിന്ന് ഇതിൻ്റെ പുതിയ മാനേജ്മെൻറ്റ് ഹയർ സെക്കൻഡറി വരെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അതനുസരിച്ച് പോകാനും പ്രത്യേകിച്ച് അധ്യാപകർ ഇതിൽ വലിയൊരു ഘടകമാണ്. മോഡേണിലെ നല്ല മികച്ച അധ്യാപകരാണ്. നമ്മൾ ദിവസവും കേൾക്കുന്ന വാർത്തകളിൽ ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ ഏത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാലും അതിൻ്റെ പിന്നിൽ ഇതൊക്കെയാണ് പറയുന്നത്. പലപ്പോഴും വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവരെ സൃഷ്ടിക്കുന്നത് ശരിക്കും പള്ളിക്കൂടങ്ങളാണ്, സ്കൂളുകളാണ്. വീടുകളിൽ അവരെ കിട്ടുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. ഈ ഒരു വലിയൊരു ഉത്തരവാദിത്വം അധ്യാപകർക്കുമുണ്ട്, മാനേജ്മെൻറ്റിനുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്. ഇതിലേക്കുള്ള നല്ലൊരു ചുവടുവെപ്പായി ഈ ഇവൻ്റ്, ഈ റീലോഞ്ചിങ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഉണ്ടാകുമെന്ന ഉറച്ച ബോധ്യത്തോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Modern English School.